ഇന്ന് നമ്മൾ UAE ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളുടെ അടുത്ത് ഇൻസ്ട്രക്ടർ വന്നിട്ട് വണ്ടി എടുക്കാൻ പറയും. ഒരു 10 മിനിറ്റ്സ് അവർ നമ്മളുടെ കാറിൻ്റെ കൺട്രോളിനും പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇതൊക്കെ നമ്മളുടെ കൺട്രോളിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനുശേഷം അവർ നമ്മളെ റോഡിലോട്ട് ഇറക്കും. റോഡിലോട്ട് പോയാൽ കട്ട് റോഡ്സ് ആയിരിക്കും ഇനീഷ്യലി. അപ്പോൾ അത് വന്നിട്ട് 40 കിലോമീറ്റർ സ്പീഡായിരിക്കും കേട്ടോ. അപ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യമുള്ളത് എന്താ പറഞ്ഞാൽ കാറിൽ കയറിയ ഉടനെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് ബെൽറ്റ്, സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് റൂൾ. എന്നിട്ട് നമ്മുടെ ഇൻ കേസ് ഹൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷോർട്ട് അങ്ങനെ അതിനനുസരിച്ചിട്ട് ഈ സ്റ്റിയറിങ്ങും മേലെ അപ്പ് ആൻഡ് ഡൗൺ ആക്കുക. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പം ഇങ്ങനെയാണ് ക്ലാസ് സ്റ്റാർട്ടിങ്. അതിനുശേഷം ഇത് നമുക്ക് 2 ക്ലാസ് ഉണ്ടാകും. ഇങ്ങനെ അവർ പഠിപ്പിച്ചു തരും നമുക്ക് എങ്ങനെയാണ് ടേണിങ് ഇതെല്ലാം പഠിപ്പിച്ചു തന്നതിന് ശേഷം 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ് അതിന് ശേഷം നമുക്കൊരു ഇനീഷ്യൽ അസസ്മെൻ്റ് ഉണ്ടാകും. ആ ഇനീഷ്യൽ അസസ്മെൻറ്റിലായിരിക്കും നമുക്ക് എവിടേക്കാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്നുള്ളത് അവരൊരു 10 മിനിറ്റ്സ് നമ്മളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കും. അതിൽ തന്നെ അവർ പറഞ്ഞുതരും നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് അവർ അതിൽ നോട്ട് ചെയ്യും. ആ ഒരു സിസ്റ്റമിൽ എല്ലാം ഉണ്ടാകും. നമ്മളുടെ ഡീറ്റെയിൽസ് അടിച്ചാൽ തന്നെ അതിലെല്ലാം വരും. എന്നിട്ട് അവർ നമ്മളെ അടുത്ത ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ പിന്നെയും പോയി അടുത്ത ക്ലാസ് ഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ അതിൽ കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഗുഡ്, അല്ലെങ്കിലുള്ള ഇതാണ് ഞാൻ പറയുന്ന പ്രൊസീജിയറാണ് കേട്ടോ. നമ്മൾ അടുത്ത ക്ലാസ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം അപ്പോൾ അതേപോലെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിന് വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എവിടേക്കാണോ നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞുതരും. ഇവിടേക്കാണ് എക്സാമിനർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ ഇതിൽ ഇനിയൊരു സംഭവം എന്താ പറഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് ഒരൊറ്റ ഇൻസ്ട്രക്ടറിനെ തന്നെ എടുക്കും. ഓക്കെ, അപ്പോൾ അതിനോട് എനിക്കിതില്ല. ഞാൻ പല ഇൻസ്ട്രക്ടറിനെ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ പഠിക്കാൻ നമുക്ക് പറ്റും. ഓരോ ഇൻസ്ട്രക്ടേഴ്സിനും ഓരോ രീതിയിലുള്ളൊരു നോളേജ് ആയിരിക്കും. അവരുടെ ലൈൻ ചേഞ്ചിങ്, അവരുടെ രീതിയിൽ ഉള്ള ഓരോ നോളേജ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ഇൻസ്ട്രക്ടറിന് നമ്മൾ കംഫർട്ടായി പറഞ്ഞിട്ട് ആ ഇൻസ്ട്രക്ടറിനെ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അവരുടെ നോളേജും അവരുടെ വേ ഓഫ് ഇത് മാത്രമായിരിക്കും നമുക്ക് അറിയുള്ളൂ. പക്ഷെ പല ഇൻസ്ട്രക്ടേഴ്സ് ആകുമ്പോൾ അവർ കുറേ നമുക്ക് വേറെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഫസ്റ്റ് അസസ്മെൻറ്റിൽ നമ്മൾ പാസ്സായതിന് ശേഷം സെക്കൻഡ് വന്നിട്ട് നമുക്ക് പാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിന് വന്നിട്ട് ഈ സൈഡ് മിറേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുക. പ്ലേസ്മെൻറ്റ് വന്നിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ്. പിന്നെ ഫസ്റ്റ് അസസ്മെൻറ്റിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ അവരെന്തായാലും നമ്മുടെ സ്പീഡ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എവറി ടൈം ബ്രേക്ക് ഇട്ടതിന് ശേഷം ബാക്കിൽ നോക്കണം കേട്ടോ. ബ്രേക്ക് ഇടണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ബാക്കിൽ നോക്കുക പറഞ്ഞാൽ സെൻറ്റർ മിറർ കൂടെയാണ് നോക്കേണ്ടത്, അല്ലാണ്ട് ബാക്കിൽ തിരിഞ്ഞ് നോക്കല്ല. സെൻറ്റർ മിറർ ചെക്ക് ചെയ്യണം. എന്താ പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ അതൊക്കെ വന്നിട്ട് നമ്മൾ അലേർട്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവരിതൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളെ മുഖത്തേക്കേ നോക്കില്ല, അല്ലെങ്കിൽ നമ്മളെ നോക്കാത്ത പോലെ ആയിരിക്കും. പക്ഷെ അവർ നമ്മുടെ എല്ലാ മൈന്യൂട്ട് സംഭവങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ നമ്മുടെ കാര്യം ചെയ്യുക. സൈഡ് മിറേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മിറർ എവറി ടൈം എല്ലാം വന്നിട്ട് അവർ നിങ്ങളിത് ചെക്ക് ചെയ്തില്ല, അങ്ങനെ ചെക്ക് ചെയ്തില്ല പറഞ്ഞിട്ട് റിജക്റ്റ് ആകും. എനിക്ക് തന്നെ എൻ്റെ അസസ്മെൻറ്റ് രണ്ട് അസസ്മെൻറ്റ് ഞാൻ പൊട്ടി. 3ാമത്തെ അസസ്മെൻറ്റിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഫസ്റ്റ് മിസ്റ്റേക്ക് ചെയ്തത് എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുക. നമ്മൾ എന്താ മിസ്റ്റേക്ക് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് സിമ്പിൾ ഉണ്ടാകും. ഓക്കെ, വണ്ടി ഓടിക്കണ സമയത്ത് ഏതെങ്കിലും ഒരു ടേണിൻ്റെ ഭാഗത്ത് സ്റ്റോപ്പ് സിമ്പിൾ ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റോപ്പ് സിമ്പിളുടെ അവിടെ ഞാൻ എന്താ ചെയ്ത് പറഞ്ഞാൽ നിർത്തണമല്ലോ, അവിടെ നിർത്തിയിട്ട് നമ്മളൊരു 3 സെക്കൻഡ്സ് ആണ് അവർ കൗണ്ട് പറയുന്നത്. ഒരു 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് വന്നിട്ട് വണ്ടി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ മിറർ ചെക്ക് ചെയ്ത് ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ ശേഷം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടാകുമല്ലോ, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം നമ്മൾ പോവാൻ. പക്ഷെ ഞാൻ എന്താ ചെയ്ത് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പിൽ നിർത്തി. പക്ഷെ നിർത്തിയത് വന്നിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് എന്നുള്ളത് ഉണ്ടാവണം എന്ന്. ഞാനിങ്ങനെ കാലിപ്പെടുക്കണോ വേണ്ടേ എന്നുള്ള പോലെ അതെല്ലാം അവർക്ക് ഫീൽ ചെയ്യും. അത് അങ്ങനെ പോലും പാടില്ല. കറക്റ്റ് സ്റ്റോപ്പ് പറഞ്ഞാൽ വണ്ടി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്, സ്റ്റില്ലായിരിക്കണം. അതാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അങ്ങനെ അവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം പൊട്ടിയത്. പിന്നെ സെക്കൻഡ് ടൈം പൊട്ടിയത് വന്നിട്ട് സ്പീഡിനായിരുന്നു. 40 ആണ്, പക്ഷെ ഞാനൊരു 20, 30 ആ റേഞ്ചിൽ തന്നെ പോകണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം പറഞ്ഞ്. അങ്ങനെ അത് ഒരു
പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു സംഭവം എന്താണ് അവർ ചെക്ക് ചെയ്യുക പറഞ്ഞാൽ, ഈ നമ്മൾ റൈറ്റിലേക്ക് തിരിയുക അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിയണൊക്കെ സമയത്ത് ഭയങ്കര എക്സ്ട്രീം റൈറ്റും ആകരുത്, എക്സ്ട്രീം ലെഫ്റ്റും ആവരുത്. ഓക്കെ, എക്സ്ട്രീം ലെഫ്റ്റിൽ പോയാൽ എന്താവും പറഞ്ഞാൽ ഓപ്പോസിറ്റിൽ വരുന്ന വണ്ടി നമ്മളെ വന്ന് ഇടിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ സൈഡ് മിറേഴ്സ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ 2 ലൈൻ്റെയും ഉള്ളിലാണോ നമ്മുടെ വണ്ടി നോക്കുക. പിന്നെ കുറച്ചൊരു ഇങ്ങനെ ഒരു റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക, അല്ല തിരിക്കുക, എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുക. ഓക്കെ, ഇതെല്ലാം അവർ റൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടോളണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, സെൻറ്റർ മിറർ ചെക്ക് ചെയ്യുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, ലെഫ്റ്റ് ഷോൾഡർ ചെക്ക് ചെയ്യുക, അതേപോലെ റൈറ്റ് ഷോൾഡർ ചെക്ക് ചെയ്യുക. ഇതെല്ലാം സൈഡിൽ വണ്ടി വരുന്നുണ്ടോ, ബ്ലൈൻഡ് സ്പോട്ട്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയിരിക്കണം കേട്ടോ. ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ 1-2 സെക്കൻഡ്സിനുള്ളിൽ ഇതെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. നമ്മൾ മെല്ലെ സെൻറ്റർ മിറർ ചെക്ക് ചെയ്ത് സൈഡ് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കുമ്പോഴേക്കും ഇവിടെ നമ്മളെ ഫെയിലാക്കി വിടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ഇതെല്ലാം നമ്മൾ പോകുമ്പോൾ പ്രാക്ടീസിൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം തന്നെ പൊട്ടി, സെക്കൻഡ് ടൈം തന്നെ പൊട്ടി പറഞ്ഞിട്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 3 ടൈംസ്, കുറേ ആൾക്കാർ 10 ടൈംസ് ഫെയിലായ ആൾക്കാർ പോലും ഉണ്ട്.